block diagram of digital transmission and reception, information capacity, bit rate and baud rate. ആദ്യം നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇൻപുട്ട് സോഴ്സ്, ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഫോർമാറ്റേഴ്സ്, സോഴ്സ് എൻകോഡർ, ചാനൽ എൻകോഡർ, ബേസ് ബാൻഡ് പ്രോസസ്സർ, പിന്നെ അത് ചാനലിലേക്ക് പോകും. പിന്നെ ബാൻഡ് പാസ് ഡിമോഡുലേറ്റർ, ചാനൽ ഡീകോഡർ, സോഴ്സ് ഡീകോഡർ, deformators, output transducer, last output signal. The essential components of a digital communication systems are input source, input transducers, formatters, source encoder, channel encoder, baseband processor or band pass modulator, channel, band pass demodulator, channel decoder, source decoder, deformators, output transducers, output signals. ഇതൊക്കെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ എസെൻഷ്യൽ കോമ്പണൻസ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബ്ലോക്സിൻ്റെയൊക്കെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഇൻപുട്ട് സോഴ്സിനെ നോക്കാം. The input source or the source of information are generally analog in nature, for example voice signal and video signal. The input source അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ജനറലി അനലോഗ് നാച്ചറിലായിരിക്കും. അതായത് വോയിസ് സിഗ്നൽ, വീഡിയോ സിഗ്നൽ, ഇതൊക്കെയാണ്. These signals are non-electric quantities and hence cannot be processed directly in a digital communication system. ഇതെന്ന് വെച്ചാൽ സിഗ്നൽസ്, ഈ കൊടുക്കുന്ന സിഗ്നൽസ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ആണ്. എ ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. അതായത് ട്രാൻസ്ഡ്യൂസർ എന്താ നമുക്കറിയാം, ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. Since the information from the input source are non-electrical quantity, the input transducer converts this non-electronic quantity, electrical quantity into electrical quantity. അതായത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്താ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്ത മൂന്നാമത്തത് ഫോർമാറ്റർ. എ ഫോർമാറ്റർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എൻ അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. ഒരു ഫോർമാറ്റർ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഴ്സ് എൻകോഡർ. ദ സോഴ്സ് എൻകോഡർ ഈസ് യൂസ്ഡ് ടു കംപ്രസ് ദ ഡാറ്റ ഇൻ ടു മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ്. സോഴ്സ് എൻകോഡർ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കിയിട്ട് ഡാറ്റേനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ബാൻഡ് വിഡ്ത്ത്. അങ്ങനെ കംപ്രസ് ചെയ്യുന്നതോടെ നമുക്ക് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ബാൻഡ് വിഡ്ത്തിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ചാനൽ എൻകോഡർ. ദ ചാനൽ എൻകോഡർ ഡസ് ദ കോഡിംഗ് ഫോർ എറർ കറക്ഷൻ. ചാനൽ എൻകോഡർ കോഡിങ്ങിലുള്ള എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽ ഡ്യൂ ടു ദ നോയ്സ് ഇൻ ദ ചാനൽ ദ സിഗ്നൽ മേ ഗെറ്റ് altered. Hence the channel encoder divides some redundant bits to the message data in order to provide an error-free data on the receiver side. The channel encoder plays an important role in the communication system. Next baseband processor ആണ്. In case of low speed wireless transmission, the baseband signal can be transmitted directly. അതായത് ലോ സ്പീഡ് വയർലെസ് ട്രാൻസ്മിഷൻ്റെ കേസിൽ ബേസ്ബാൻഡ് സിഗ്നൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. ബട്ട് വെൻ ദ ഡാറ്റ ഹാസ് ടു ട്രാവൽ ഇൻ എ നോയ്സി അറ്റ്മോസ്ഫിയർ വി ഹാവ് ടു എംപ്ലോയ് സം ഫീച്ചേഴ്സ് സച്ച് ആസ് പൾസ് ഷേപ്പിംഗ്, ലൈൻ കോഡിങ്. അതായത് ഈ ഡാറ്റയ്ക്ക് ഇപ്പോൾ നോയ്സി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് ട്രാവൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് പൾസ് ഷേപ്പിംഗ്, ലൈൻ കോഡിംഗ് ഒക്കെ. Now for high speed transmission, the digital data is modulated with the help of a high frequency carrier, just like in case of analog transmission. Next, channel. The communication channel is the media by which the signal is transmitted from the transmitting end to the receiving end. അതായത് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ്. അതായത് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിന്ന് റിസീവ് എൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മീഡിയ ആണ് ചാനൽ.
Eighth, baseband decoder or baseband demodulator. The baseband decoder is used to recover the original data from the പൾസ് ഷേപ്പ്ഡ് ഓർ ലൈൻ കോഡഡ് ഡാറ്റ. അതായത് നേരത്തെ പൾസ് ഷേപ്പ്ഡോ അല്ലെങ്കിൽ ലൈൻ കോഡഡ് ചെയ്ത ഡാറ്റേനെ തിരിച്ച് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസ് ബാൻഡ് ഡീകോഡർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചാനൽ ഡീകോഡർ. ദ ചാനൽ ഡീകോഡർ ആഫ്റ്റർ ഡിറ്റക്റ്റിംഗ് ദ സീക്വൻസ് ഡസ് സം എറർ കറക്ഷൻ. ചാനൽ ഡീകോഡർ ആഫ്റ്റർ ഡിറ്റക്റ്റിംഗ് സീക്വൻസ് സീക്വൻസിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എറേഴ്സിനൊക്കെ കറക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, സോഴ്സ് ഡീകോഡർ. ദ റിസൾട്ടൻറ്റ് സിഗ്നൽ ഈസ് വൺസ് അഗെയിൻ ഡിജിറ്റലൈസ്ഡ് ബൈ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസിങ് സോ ദാറ്റ് ദ പ്യുവർ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് വിത്തൗട്ട് ദ ലോസ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് റിസൾട്ടായിട്ട് കിട്ടിയ സിഗ്നലിനെ ഒന്നും കൂടെ ഡിജിറ്റലൈസ് ചെയ്യും സാമ്പിളിങ് വഴി. അതായത് എന്താ പറയുക, ഒരു ഇൻഫോർമേഷൻ്റെ ലോസ് ഒന്നും കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഡിഫോർമാറ്റർ. ദ ഡിഫോർമാറ്റർ കൺവേർട്ട് ഡിജിറ്റൽ ഡാറ്റ ഇൻ ടു അനലോഗ് സിഗ്നൽ. ഡിഫോർമാറ്റർ ഡിജിറ്റൽ